അരുൺദേവ് റെയിൽവേയിൽ ട്രെയിനിങ് കഴിഞ്ഞ് 4 മാസത്തോളം റെയിൽവേയിൽ ജോലി ചെയ്തിട്ട് നമ്മുടെ ഗ്രൗണ്ട് കാണാനും പിന്നെ ഇപ്പോൾ ട്രെയിൻ ചെയ്യുന്ന കുട്ടികളെ കാണാനും ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. റെയിൽവേ കൂടാതെ കേരള പോലീസിൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലും എല്ലാം പാസ്സായി നിൽക്കുകയാണ്. ഇനിയും അപ്പോയിൻമെൻറ്റ് കിട്ടാനേ ബാക്കിയുള്ളൂ. അപ്പോൾ അങ്ങനെ 2 ടെസ്റ്റ് ഉണ്ടായിരുന്നു. 2 ടെസ്റ്റും പാസ്സായതാണ്. ആദ്യം കിട്ടിയത് റെയിൽവേ അതിൻ്റെ പേരിൽ റെയിൽവേ സെലക്ട് ചെയ്തു. അങ്ങനെ എന്നൊരു റെയിൽവേയിലെ ഉദ്യോഗസ്ഥനായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വകയായിട്ട് ഒരു മൊമെൻറ്റോ അരുണിന് കൊടുക്കുകയാണ്. ഇനിയും അരുണിനറിയാം എന്താണ് നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കാനുള്ള ഉപദേശങ്ങളും പിന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചും ട്രെയിനിങ്ങിനെ കുറിച്ചൊക്കെ അരുൺ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. ട്രെയിനിങ് തുടങ്ങിയ ആദ്യത്തെ ഒരു 3 ദിവസം നമുക്ക് ശരീരം മൊത്തം വേദന ആയിരിക്കും. 3-4 ദിവസം മൊത്തം വേദന ആയിരിക്കും. നമുക്ക് നിർത്തണം എന്നൊക്കെ തോന്നും. പക്ഷെ നമുക്ക് എപ്പോഴും ഒരു ജോലി എന്നുള്ള ഒരു ഇത് എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. കാരണം ഇപ്പോൾ എവിടെ പോയാലും നമുക്ക് നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ ഇപ്പോൾ അതിനൊരു ജോലി അത്യാവശ്യമാണ്. അപ്പോൾ അതോർത്ത് നമ്മൾ മാക്സിമം നമ്മുടെ വേദന എല്ലാം മാറ്റി വെച്ച് എല്ലാം മടി കാണിക്കരുത്. പിന്നെ അവസാനം ഈ സാറ് ചെയ്യിക്കണ ആ സ്ട്രെച്ചിങ് ഇല്ലേ, അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. അത് ചെയ്ത് നമ്മൾ ഒരു ഇതാകുമ്പോൾ നമ്മുടെ വേദന കാര്യങ്ങളൊക്കെ പോകും. എപ്പോഴും അത് തുടങ്ങുന്നതിന് മുമ്പും അവസാനിക്കുമ്പോൾ ആ സ്ട്രെച്ചിങ് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇഞ്ചുറി വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ലോങ് ജമ്പും ചെയ്യുമ്പോൾ നല്ലോണം കെയർ ചെയ്യണം. മാക്സിമം പ്രാക്ടീസ് മുടങ്ങാണ്ടിരിക്കാൻ നോക്കാം. പിന്നെ റെസ്റ്റിൻ്റെ കാര്യം സാറിനോട് പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ഇത്ര ഇൻ്റർവെല്ലിന് സാറ് റെസ്റ്റ് തരും. എല്ലാം ഫോളോ ചെയ്യണം. ഇങ്ങോട്ട് വരുമ്പോൾ ഭക്ഷണ രീതി ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രാക്ടീസ് തുടങ്ങുന്ന മുമ്പ് എങ്ങനെ ഭക്ഷണം കഴിക്കണം, അധികമൊന്നും ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല. നമുക്ക് പിന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ ചെയ്ത് സാറ് പറയണ പോലെ തന്നെ ചെയ്ത് നമുക്ക് ഒരു ബെറ്റർ റിസൾട്ട് കിട്ടും. ആദ്യം ഗ്രൂപ്പ് ഡിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ്റെ ആദ്യത്തെ 5 ഐറ്റം തന്നെ കിട്ടി. ഒരു ഐറ്റം മാത്രം ഒരു ലക്കിന് കിട്ടി. ബാക്കിയെല്ലാം ഞാൻ ഹാർഡ് വർക്കിന് തന്നെയാണ് കിട്ടിയത്. ആദ്യത്തെ പ്രാവശ്യം നല്ല പേടിയുണ്ടായിരുന്നു. ഹൈ ജമ്പും ലോങ് ജമ്പും പേടിയുണ്ടായിരുന്നു. അപ്പോൾ സാറ് മോട്ടിവേറ്റ് ചെയ്താണ് ഇത്രയും ആയ. നിങ്ങളും അതുപോലെ ഫോളോ ചെയ്താൽ ബെറ്റർ റിസൾട്ട് കിട്ടും. മടി കാണിക്കരുത്, ഒരിക്കലും മടി കാണിക്കരുത്, അത്രേ ഉള്ളൂ. രാവിലെ എണീറ്റ് വന്നാൽ ഒരു ജോലി കിട്ടണവരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. നിങ്ങൾക്ക് ഈ ഏജിൽ മാക്സിമം ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം. പിന്നെ എനിക്കെന്ന് വെച്ചാൽ നേവിയിലൊക്കെ ചേരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആ ഒരു കാലം കഴിഞ്ഞപ്പോൾ നമുക്ക് ചിന്ത വന്ന ജോലി വേണമെന്നുള്ള. നിങ്ങളുടെ പ്രായത്തിൽ എനിക്കും ആ ചിന്ത ഉണ്ടായിരുന്നില്ല. കാരണം നിങ്ങളുടെ ഈ ഏജ് കഴിഞ്ഞാൽ പിന്നെ നേവി ആർമി ഒന്നും അങ്ങനത്തെ ചില പോസ്റ്റിൽ റെസ്ട്രിക്ഷൻ വരും. മാക്സിമം നിങ്ങളുടെ ഈ ഏജ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഏജ് ഒരു ലിമിറ്റ് തന്നെയാണ്. ഈ ഗവൺമെൻറ് എക്സാം ഏതായാലും നമ്മൾ എന്തോരം പെട്ടെന്ന് കയറണം അത്രയും പെട്ടെന്ന് ട്രൈ ചെയ്യുക. ഇപ്പോൾ തന്നെ പോസ്റ്റുകളൊക്കെ കുറേ കോൺട്രാക്റ്റ് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത്രയും വേക്കൻസി കുറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ എത്രയും നേരത്തെ കയറണം അത്രയും നല്ലതാണ്. അതാണ് എനിക്ക് പറയാനുള്ള ഉപദേശം. ഓക്കെ.